ഹലോ, ഇന്നത്തേത് പറഞ്ഞത് ക്രാഫ്റ്റ് വ്ളോഗും അല്ല, ട്രാവൽ വ്ളോഗും അല്ല. ഇന്നത്തേത് ഒരു മന്തി, അതായത് കുക്കിംഗ് വീഡിയോ ആണ്, മന്തി വ്ളോഗാണ് കേട്ടോ. അതായത് നാട്ടിലെത്തിയപ്പം നല്ല മഴയൊക്കെ അല്ലേ എന്നാ പിന്നെ നമുക്കൊരു മന്തി കഴിച്ച് കളയാലോ എന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേൽ ഇടുന്നത്. നല്ല മഴയൊക്കെ അല്ലേ. അപ്പോൾ ഞാനിന്ന് ഉരുളിയിലാണ്, അതായത് കുഴിമന്തിയും അല്ല കുക്കർ മന്തിയും അല്ല, ഉരുളിയിലാണ് ഞാൻ മന്തി ഉണ്ടാക്കിയത്. നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കിയ ബോണുള്ള നല്ല 4 പീസാക്കിയ ചിക്കനാണ് കേട്ടോ, കുറച്ച് വലിയ പീസ്. അതായത് മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ ചിക്കൻ ഏത് പീസ് എടുക്കണം എന്നുള്ളത്. നമ്മൾ അവരോട് പറഞ്ഞ് അതേ വലിപ്പത്തിൽ മന്തി പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് ചിക്കൻ. ആ 4 ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി അതിലേക്ക് നമ്മൾ നല്ല സവോള ഇട്ടിട്ട്, അപ്പോൾ ഞാൻ ആ മന്തി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇൻഗ്രീഡിയൻസ്: 2 ഏലക്കായ, 2 പട്ട, വഴനയില, പിന്നെ ചിക്കൻ സ്റ്റോക്ക്, അങ്ങനത്തെ എല്ലാം ആ ഇതിൽ കൊടുത്തതല്ലാതെ ഇട്ടിട്ട് ഞാനത് ഉരുളിയിലേക്ക് ഇട്ടു. ചിക്കനും കഴുകി വൃത്തിയാക്കി ചിക്കനും, പിന്നെ നമ്മുടെ ഉണങ്ങിയ നാരങ്ങയില്ലേ അതും ഇട്ടിട്ടുണ്ട്, കുറച്ച് സവോള ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്, അതും ഇട്ടിട്ട് മാരിനേറ്റ്. കുരുമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഹോൾ കുരുമുളകാണ്, പൊടിച്ച കുരുമുളകല്ല, അതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഒലിവെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, അതും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് കുറച്ച് സമയം ഒന്ന് വേവിക്കണം. ഇനി ചെയ്യാനുള്ളത്, നമ്മൾ ഞാൻ ബസ്മതി റൈസ് ആയിട്ടൊക്കെ എടുത്തത്, കാരണം അവിടെ സെല്ല റൈസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റേ മന്തിയുടെ റൈസ് ഉണ്ടല്ലോ വലിയ നീളത്തിൽ, അത് കിട്ടിയില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ കയ്യിൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ബസ്മതി റൈസ് ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ, നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ചിക്കൻ ആയോ എന്നുള്ളത് നോക്കുകയാണ്. ഏകദേശം കണ്ടോ വെള്ളമൊക്കെ വന്നിട്ട് നല്ല പരുവത്തിലായിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. വെന്ത് വെച്ചാൽ നല്ലപോലെ വേവിക്കുകയല്ല, അത്യാവശ്യം. അപ്പോൾ അതൊന്നും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ആ വെള്ളത്തിൽ ആ ഗ്രേവി തന്നെ കിടന്നൊന്നാവാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് തിരിച്ചിട്ട് കൊടുത്ത് നമ്മളത് ആയതിനു ശേഷം ആ ചിക്കൻ മാത്രം ഗ്രേവിയിൽ നിന്ന് മാറ്റി വയ്ക്കാം, സെപ്പറേറ്റ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ കേട്ടോ. ആ ചിക്കൻ മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ, നമ്മൾ ആ ഉണ്ടാക്കിയ എണ്ണയിൽ തന്നെ കുറച്ച് ടൊമാറ്റോ ഞാൻ പ്യൂരിയാക്കിയിട്ട് അടിച്ചെടുത്തു, മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആ മസാലയിൽ ആ തക്കാളിയൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. എന്നിട്ട് നമ്മൾ നല്ല ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം, കുറച്ച് ചൂടുവെള്ളം, 2 ഗ്ലാസ്സോളം വെള്ളം, നമ്മൾ എത്ര അരിയാണ് കൊടുക്കണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ അരിയും അതിലിട്ട് കൊടുത്തതിന് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ തക്കാളി പ്യൂരിയൊക്കെ ഇട്ടില്ലേ, അതിലെ വെള്ളത്തിലെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ആ മസാലയും ഗ്രേവിയും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരി അതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക, കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കണേ. ഇനി വേറൊരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് അത് അവിടെ വെന്തോട്ടെ, അരി അതിൽ കിടന്നിട്ട് വേവട്ടെ കേട്ടോ. ആ ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്ന് വേവാനുള്ള സമയം കൊടുക്കാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് മറ്റൊരു ഫ്രൈയിങ് പാനിൽ കുറച്ച് ബട്ടർ തടവി കൊടുത്തിട്ട് അതിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനില്ലേ അത് നമ്മളൊന്ന് അതിലിട്ടിട്ട് ഒന്ന് വെറുതെ ഷാലോ ഫ്രൈ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്തെടുക്കുക, ഷാലോ ഫ്രൈ, വല്ലാതെ എണ്ണയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അങ്ങനെ നമുക്ക് നല്ല സ്വാദിഷ്ടമായ മന്തി ഉണ്ടാക്കി കഴിഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കറും ഇല്ല കുഴിയും ഇല്ല, നല്ല അടിപൊളി ഉരുളിയിൽ നല്ല സ്വാദിഷ്ടമായ മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും അധികം ഓയിലൊന്നും ചേർക്കാതെ കുറച്ച് ഓയിലേ ചേർത്തുള്ളൂ. നിങ്ങൾ കണ്ടതല്ലേ, കുറച്ച് ഒലിവെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ എല്ലാതും മാറിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ എല്ലാതും ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് കുക്കുംബറും ക്യാരറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്. അതെ, ഒരു കാര്യം പറയാൻ മറന്നു, ഈ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എല്ലാവരും മസ്റ്റ് ട്രൈ.